വരാൻ. ആദികുട്ടാ, നീ എവിടെ പോവാടാ? ഞാൻ വിളക്കെടുക്കാൻ പോയതല്ലേ. എന്തിനാ ഇപ്പൊ പ്രത്യേകിച്ചൊരു അനുഗ്രഹം വാങ്ങല്? എന്റെ പ്രാർത്ഥനയെ അനുഗ്രഹം കൊണ്ടല്ലേ ദൈവം എനിക്ക് നിങ്ങളെ തിരിച്ചു തന്നത്. മോളെ, ഈ നിലവിളക്ക് വാങ്ങി ഐശ്വര്യമായിട്ട് വലതുകാല് വെച്ച് അകത്തേക്ക് കയറിക്കോ. വാങ്ങിക്കോ. കേറിക്കോളൂ. വാ മോളെ. വലതുകാല് വെച്ച് കയറും മോളെ. ഒറ്റ ചൂണ്ടിട്ട് കട്ടമരത്തുമ്പ് കാത്തിരിക്കുമ്പോ ഇങ്ങോട്ട് വന്ന് കൊത്താൻ ആ പെണ്ണ് സാബും മോദിയൊന്നല്ല. നമ്മളവളെ അങ്ങോട്ട് തേടിപ്പോയി പൊക്കണം ഫാത്തിമ. എവിടെയാണെന്ന് പറഞ്ഞാലേ ഇപ്പൊ നമ്മള് തേടി പോകുന്നത്? അതിനൊക്കെയുള്ള ഭയം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. വീറും ചുണയുള്ള നല്ല ഒന്നാം തരം മൊഞ്ചന്മാരെ നമ്മള് ബല തുറന്ന് വിട്ടിട്ടുണ്ട് ഫാത്തിമ. ഓളേടെ ഉണ്ടെങ്കിലും കൊളുത്തിപ്പിടിച്ച് കൊണ്ടത്തരും. ഈ നോക്കിക്കോ, ഓളൊന്ന് കൈ കിട്ടട്ടെ, ഓളെ വെച്ച് നമ്മളൊരു കളി കളിക്കും. എന്ത് കളി? ഓളെ വിട്ടു തരണമെങ്കിൽ സ്വത്തിന്റെ പാതി കിട്ടണമെന്ന് നമ്മളങ്ങ് പറയും. ഇതൊക്കെ നടപ്പുള്ള കാര്യമാണ് ഇളയപ്പാ. സംശയം എന്താ എനിക്ക്? പടച്ചോൻ വിചാരിച്ച ഒരു ദിവസമൊന്നും വേണ്ട, ഒറ്റ സെക്കൻഡ് മതി ഏതെത്തീമിനെ സുൽത്താനാക്കി മാറ്റാൻ. അന്റെ തലയിൽ അങ്ങനെ ഒരു വരണ്ട് ഫാത്തിമ. അത് തെളിയാൻ പോവാന്ന് എന്റെ മനസ്സ് പറയുന്നു. ഈ ധൈര്യമായിട്ടിരിക്കെ, നമ്മൾ ഇതൊരു കലക്ക് കലക്കും. എന്തുപറ്റിയാമി? ആദിയും പൂജയും. ആദി പൂജ?
ശരി ശരി. ഞാൻ ഉടനെ എത്താം. ശരി ദത്തേട്ടാ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതിന്റെ പേരിൽ ഇനി നിങ്ങളെ ആരും ഇവിടെ ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരും മുത്തശ്ശിക്കൊരു വാക്ക് തരണം. ഇനി ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ അനുസരിക്കൂന്ന്. ദേ, എല്ലാരും കേൾക്കാൻ വേണ്ടിട്ട് ഞാനൊരു കാര്യം പറയുക. തൽക്കാലം നിങ്ങൾ ഇവിടെ വന്ന കാര്യം മറ്റാരും അറിയണ്ട. നിന്നോടും കൂടിയാ പറഞ്ഞ്. ദത്തം പോലും ഇവിടെ വന്നിട്ട് വിവരം അറിഞ്ഞാ മതി. മുത്തശ്ശി, അത് പിന്നെ ഞാൻ ദത്തേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞു പോയി. ആരോട് ചോദിച്ചിട്ടാടി? അത് പിന്നെ ദത്തേട്ടൻ ഈ കേസ് അന്വേഷിക്കുന്ന ആളല്ലേ, അപ്പൊ പിന്നെ അറിയിക്കണ്ടേ? വേണ്ട, ദത്തൻ ഒരു പോലീസുകാരനായതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അറിയിക്കണ്ടായിരുന്നു. എടി, അത് അപകടം ചെയ്യും. എന്റെ കുഞ്ഞുങ്ങളെ പോലീസ് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന എനിക്ക് കാണാൻ വയ്യ. എടി, ദത്തനോട് വിളിച്ചു പറയുന്നതിന് മുമ്പ് നിനക്ക് എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ലേ? മുത്തശ്ശി, ഞാൻ അറിയാതെ ഓരോരുത്തരും ഇതുവരെ ചെയ്തതിന്റെ ഫലമാ എന്റെ കുട്ടികളെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവരെ ആപത്തിലേക്ക് തള്ളിവിടാൻ എന്നെ കൊണ്ട് പറ്റില്ല.